സുശീല ഇവളെ ഒന്ന് കാണാൻ കാത്തിരിക്കായിരുന്നു ഞാൻ. വണ്ടി നിർത്തിയേ, വണ്ടി നിർത്തിയേ. താൻ പറഞ്ഞ 50 വെച്ചു. വീടെത്തിയില്ലോ. അത് തൊട്ടപ്പുറത്താ. ഇവിടെ ഞാൻ നടന്നു പോയിക്കോളാം. ദാ പൈസ. ശരി. അവിടെ നിക്കടി. ഇവിടെ നോക്കടി. നിങ്ങളായിരുന്നോ? നിങ്ങളാരെ എടി പൊടി എന്നൊക്കെ വിളിക്കുന്നത്? നിന്നെ തന്നെ, അല്ലാതെ അറിയാ. ഭാനുമേ, റോഡിൽ വെച്ച് കണ്ട മാന്യമായിട്ട് സംസാരിക്കണം. ആരെങ്കിലും കേട്ടാൽ എന്ത് വിചാരിക്കും? നിങ്ങൾക്ക് എന്റെ പേര് വിളിക്കാലോ. എനിക്ക് മനസ്സിലടി, ഞാൻ നിന്നെ എടി പൊടിന്നൊക്കെ വിളിക്കും. നീ എന്നെ എന്ത് ചെയ്യും? നീ എന്താടി വിചാരിച്ചത്? നീ പിടിച്ചു തള്ളിയപ്പോ ഞാൻ നടുവൊടിഞ്ഞ് കിടന്നു പോകുന്നു. ഞാൻ നിങ്ങളെ പിടിച്ച് തള്ളിയൊന്നുമില്ല, പിടിച്ചു മാറ്റിയെന്നല്ലേ ഉള്ളൂ. അതും ആ വിനയന് വേണ്ടി ചെയ്തതാ. അവന്റെ കുട്ടികളല്ലേ, അവൻ കൊണ്ടുപോട്ടെന്ന് വിചാരിച്ചു. എന്നിട്ടിപ്പോ അവന്റെ കുട്ടികൾ അവന്റെ കൂടെ തന്നെ ഉണ്ടോടി? എടി, അന്ന് നേരെ ഇരുട്ടും മുമ്പ് ആ കുഞ്ഞുങ്ങൾ എന്റെ അടുത്ത് തിരിച്ചെത്തി. എടി, ഇനിയെങ്കിലും നീ ഒരു കാര്യം ഓർത്തു. സുശീല വിചാരിക്കുന്ന പോലെ എല്ലാം നടക്കുന്ന കാലം അങ്ങ് കഴിഞ്ഞു. ഇനി നിനക്ക് തിരിച്ചടിയുടെ കാലമാണ്. എല്ലാ കാലത്തും ജയിച്ചു കയറാമെന്ന് ഞാനും വിചാരിച്ചിട്ടില്ല ഭാനുമ്മേ. ചിലയിടത്തൊക്കെ തോക്കണം. എന്നാലല്ലേ അടുത്ത വിജയത്തിനൊരു സുഖം ഉണ്ടാവും. എടി, ഇതുവരെ നീ എന്തൊക്കെ ചെയ്താലും നിനക്കും നിന്റെ കുടുംബത്തിനും എന്നെ പോലുള്ളവരുടെ പിന്തുണയും പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. പക്ഷേ പാല് തന്ന കൈക്ക് തിരിച്ചു കൊത്തുന്ന നിന്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ, നിന്റെ അവസാനത്തിനാ. പണ്ടേ നിന്റെ മക്കളുടെയും ദാരിദ്ര്യത്തിനും കഷ്ടപ്പാടിനും മാത്രമല്ല ഈ ഭാനുവമ്മ കാവല് നിന്നത്, നിന്റെ മാനത്തിനും കൂടിയാ. എന്നെയാ നിന്റെ ഈ ശരീരവും ആരോഗ്യം വെച്ച് വേറൊരുത്തിനു വേണ്ടി തോൽപ്പിച്ചതും നാണം കെടുത്തിയതും. നിന്റെ മുൻപിൽ പിടിച്ചു നിൽക്കാനുള്ള ശക്തി എനിക്കില്ലാതായ പോലെ നീ താമസിയാതെ തളരൂടി. നിങ്ങളെന്നെ ശപിക്കുവാണോ? ഓ, ഇതുപോലെ ഒരുപാട് പേരുടെ ശാപം ഏറ്റിട്ട് തന്നെയാ സുശീല ഇവിടം വരെ എത്തിയത്. ശപിച്ചതല്ലടി, നിന്നെ ഓർമ്മിപ്പിച്ചതാ. ഇതേ നിനക്കുള്ള എന്റെ അവസാനത്തെ ഉപദേശമായിട്ട് നീ കരുതിയാ മതി. ഇനിയെങ്കിലും സ്വാർത്ഥതയും വെറുപ്പും ഉപേക്ഷിച്ച് സ്നേഹത്തിന്റെയും കടമയുടെയും വില മനസ്സിലാക്കി നീ ജീവിച്ചില്ലെങ്കിൽ പരാജയത്തിന്റെ പടുകുഴിയിലേക്കായിരിക്കും നിന്റെ പോക്ക്. ഇത് ഭാനുവമ്മയുടെ വാക്കാ, നീ ഓർത്തോ?